ഇന്ത്യ-പാക് സംഘർഷം സർവകക്ഷി യോഗം ചേർന്നു. കാശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരും. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷം. SSLC പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉച്ചയ്ക്ക് ശേഷം പരീക്ഷാഫലം പ്രഖ്യാപിക്കും. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനായി ഇന്ന് കൊടിയേറും. കൊടിപ്പുറത്ത് വിളക്ക് വെള്ളിയാഴ്ച. പാലപ്പള്ളി കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി. വട്ടത്തോടെ ഖദീജയുടെ തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ പുലി കൊന്നു. ഭീതിയോടെ പ്രദേശവാസികൾ. തിരുവല്ലാമലയിൽ മാവിന്റെ കൊമ്പൊടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീണു. മുള്ളൂർക്കരയിൽ കാർ നിയന്ത്രണം വിട്ട വൈദ്യുതി തൂണിലിടിച്ച് കാർ യാത്രികർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്കാണ് നിപ സ്ഥിരീകരിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പാകിസ്ഥാനുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം അതീവ ജാഗ്രതയിൽ. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷം. പൂഞ്ചിലെ ആക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു. പാക് പ്രകോപനത്തിന് ഉചിതമായ മറുപടി നൽകാൻ സേനകൾക്ക് കരസേന മേധാവി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ചേർന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിയന്ത്രണ രേഖയിലെ സാഹചര്യം സൈന്യം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം കര, വ്യോമ, നാവിക സേനകൾ വിലയിരുത്തി. ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ സേനകൾ സജ്ജമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളോട് അവശ്യവസ്തുക്കളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നിർദ്ദേശം നൽകി. ജമ്മുവിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നാളെ ഉച്ചതിരിഞ്ഞ് 3-ന് ശേഷം ഫലം പ്രഖ്യാപിക്കും. ഇത്തവണ 72 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം നടന്നത്. സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളുമായി 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഇതിൽ 2,17,696 ആൺകുട്ടികളും 2,09,325 പെൺകുട്ടികളുമുണ്ട്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി കൊടിയേറ്റം നിർവഹിക്കും. താന്ത്രിക ചടങ്ങിന് പ്രാധാന്യം നൽകുന്ന ഉത്സവത്തിൽ ആചാര്യവരണ ചടങ്ങിന് ശേഷമാണ് കൊടിയേറ്റം നടക്കുക. ക്ഷേത്രം തന്ത്രിമാരായ നഗരമണ, അണിമംഗലം, തരണനല്ലൂർ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് കൂറയും പവിത്രവും നൽകി സ്വീകരിക്കുന്ന ചടങ്ങാണ് ആചാര്യവരണം. കുളമൺ മൂസാണ് ചടങ്ങ് നിർവഹിക്കുക. പുണ്യാഹം ചെയ്ത് ശുദ്ധീകരിച്ച കൂർച്ചം, പുതിയ കൊടിക്കൂറ, മണി, മാല എന്നിവ ആവാഹിച്ച് പൂജിക്കും. തുടർന്ന് പാണികൊട്ടി പുറത്തുവന്ന് കൊടിമര പ്രദക്ഷിണം ചെയ്ത് പൂജ നടത്തിയാണ് കൊടിയേറ്റം നിർവഹിക്കുക. ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന കൊടിപ്പുറത്ത് വിളക്ക് വെള്ളിയാഴ്ച രാത്രി 9:15 നടക്കും. പാലപ്പള്ളി കുണ്ടായിൽ പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ കൊന്നു. കുണ്ടായി ചക്കിപ്പറമ്പ് ഉന്നതിക്ക് സമീപത്തെ പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ വട്ടത്തൊടി വീട്ടിൽ ഖദീജയുടെ കന്നുകുട്ടിയാണ് ചത്തത്. ഇന്ന് പുലർച്ചെ ജനവാസ മേഖലയിൽ പാടിയോട് ചേർന്നുള്ള തൊഴുത്തിലാണ് പുലിയിറങ്ങിയത്. പുലർച്ചെ പശുവിനെ കറക്കാനെത്തിയ വീട്ടുകാരാണ് കന്നുകുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. 1 മാസം പ്രായമായ കന്നുകുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശത്തിറങ്ങിയ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു. റോഡ് മുറിച്ചു കടന്ന തോട്ടിലേക്കാണ് പുലി പോയതെന്ന് പറയുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 1 മാസം മുൻപ് കുണ്ടായി പ്രദേശത്തിറങ്ങിയ പുലി പശുക്കളെ ആക്രമിച്ചിരുന്നു. പുലി ശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ പരാതിയിൽ പുലിയെ കണ്ടെത്താൻ വനംവകുപ്പ് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല. തോട്ടം മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. തിരുവല്ലാമല അവിൽമില്ലിന് സമീപം റോഡരികിലെ മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. ലക്കടിയിൽ നിന്ന് വരികയായിരുന്ന കാറിന് മുകളിലേക്കാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. കോയമ്പത്തൂർ സ്വദേശി ബാബു ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരക്കൊമ്പ് പൊട്ടി വീണതിനെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതിയും തിരുവല്ലാമല ഒറ്റപ്പാലം പ്രധാന പാതയിലെ ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് പഴയന്നൂർ പോലീസും KSEB തിരുവല്ലാമല സെക്ഷനിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് മരക്കൊമ്പ് മുറിച്ചു നീക്കിയത്.
മുള്ളൂർക്കരയിൽ കാർ നിയന്ത്രണം വിട്ടിടിച്ച് വൈദ്യുതി തൂൺ തകർത്തു. കാർ യാത്രികർക്ക് പരിക്കേറ്റു. കാറിനും കേടുപാടുകൾ സംഭവിച്ചു. ഷൊർണൂർ ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. നിലവിൽ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. 4 ദിവസത്തിലേറെ പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണവുമായി യുവതി ചികിത്സയിലായിരുന്നു. നിപ്പ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കോഴിക്കോട് മൈക്രോബയോളജി ലാബിലും പൂനെ NI ലാബിലും നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇത് 3ാം തവണയാണ് മലപ്പുറത്ത് രോഗം സ്ഥിരീകരിക്കുന്നത്. പെരിഞ്ഞനത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പെരിഞ്ഞനം 4ാം വാർഡിൽ തോട്ടുപുറത്ത് ബാലൻ മകൻ 21 വയസ്സുള്ള പ്രണവാണ് മരിച്ചത്. വെമ്പലൂർ അസ്മാബി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയും SFI പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായിരുന്നു പ്രണവ്. ചെങ്ങാലു ഹെൽത്ത് സെന്ററിൽ ഡോക്ടറുടെയും ഫാർമസിസ്റ്റിന്റെയും സേവനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ഹെൽത്ത് സെന്ററിലേക്ക് മാർച്ച് നടത്തി. BJP പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നിഷാന്ത് അയ്യഞ്ചിറ അധ്യക്ഷത വഹിച്ചു. ജിബിൻ പുതുപ്പള്ളി, പ്രകാശ് കിളിയാറ, ഡേവിസ് ചിറയത്ത്, വിജു തച്ചക്കുളം, VR അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം പേരെത്തുന്ന ഹെൽത്ത് സെന്ററിൽ സ്ഥിരമായ ഡോക്ടർ ഇല്ലാത്തതുമൂലം രോഗികൾ വലയുന്നത് പതിവായിരിക്കുകയാണെന്ന് BJP ആരോപിച്ചു. രോഗികളും വയസ്സായവരുമായ രോഗികൾ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി കുന്നംകുളത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ദുരൂഹ സാഹചര്യത്തിൽ ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ചൊവ്വന്നൂർ മീമ്പിക്കുളത്തിന് സമീപം താമസിക്കുന്ന പുതുക്കുളങ്ങര ബാലഗോപാലൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഒട്ടകത്തിന്റെ ജഡം കണ്ടത്. തുടർന്ന് വാർഡ് കൌൺസിലറെയും കുന്നംകുളം പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അയൽവാസിയായ ഗൃഹനാഥനാണ് ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ടതെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ടോറസ് ലോറിയും JCBയും ഒഴിഞ്ഞ പറമ്പിൽ കണ്ടിരുന്നു. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരത്തിന് കൊടിയിറങ്ങി. ഇന്ന് രാവിലെ കാളിധാരിക വാക്പോരിനും യുദ്ധത്തിനും ഒടുവിൽ ഓടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക നിഗ്രഹം നടത്തിയതോടെ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ പാലക്കൽ കാവിലെത്തിയ ഭഗവതിയെ കാളിയും ദാരികനും പറവെച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിലെത്തി തേരിൽ കയറി മതിലകത്തേക്ക് പട നയിച്ച കാളിയെയും ധാരികരെയും പൂരത്തിനെത്തിയ കൊമ്പന്മാർ അനുഗമിച്ചു. നടപ്പുര മേളത്തിന് ശേഷം കാളിയാണ് വാക്പോരിന് തുടക്കം കുറിച്ചത്. ദാരികപ്പട വാക്പോര് ഏറ്റുപിടിച്ചതോടെ കുപിതിയായ കാളി തേര് പൊളിച്ച് യുദ്ധത്തിനൊരുങ്ങി. പേടിച്ചോടിയ ധാരികൻ ക്ഷേത്രത്തിന് സമീപം ഒളിച്ചിരുന്നു. കൊല്ലാനെത്തിയ കാളിയോട് കൊല്ലരുതേ എന്ന് ധാരികൻ കാലുപിടിച്ചുവെങ്കിലും പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങി. തിടമ്പേറ്റിയ കൊമ്പനെ കിരീടവും വാളും ഒഴിഞ്ഞതിനു ശേഷം കൊമ്പൻ കൊടിമരം തള്ളിയതോടെ പൂരത്തിന് സമാപനമായി. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ സൈനികർക്കും അഭിവാദ്യം അർപ്പിച്ച BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് സെന്ററിൽ പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടറി KR ബൈജു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഗണേഷ് ശിവജി, വിനീത് മുത്തമ്മാവ്, സുനിൽ കാരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാതല നഴ്സസ് വാരാചരണത്തോടനുബന്ധിച്ച് തൃശൂർ മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നഴ്സുമാർ സമൂഹത്തിൽ അഭിമുഖീകരിക്കുന്ന വ്യക്തിപരവും തൊഴിൽപരവുമായ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനൂപ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ബിന്ദു K. നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നഴ്സിംഗ് ഓഫീസർ ഷീജ MS, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് സജിത KC, നഴ്സിംഗ് ഓഫീസർ NB സുധീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിന്നായി 200-ലധികം നഴ്സുമാർ സെമിനാറിൽ പങ്കെടുത്തു. ഐക്കരക്കുന്നിൽ വീടിന് സമീപത്തിരുന്ന ബൈക്ക് റോഡിന് കുറുകെയിട്ട് കത്തിച്ചതായി പരാതി. ഐക്കരക്കുന്ന് സ്വദേശി മുണ്ടോക്കാരൻ വീട്ടിൽ ആന്റണി ഫ്രാൻസിസിന്റെ ബൈക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി
കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ജനതാദൾ എസിന്റെ തൃശൂർ ജില്ലാ ഭാരവാഹിയാണ് ആന്റണി ഫ്രാൻസിസ്. ബൈക്ക് കത്തിച്ചതിനു പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്ന് വ്യക്തമല്ല. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 10-11 തീയതികളായി തൃശൂരിൽ നടക്കും. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച രാവിലെ 11-ന് HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 200ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ 10-ന് തെക്കേ ഗോപുരനടയിൽ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന പ്രകടനവും തുടർന്ന് വിവേകോദയം സ്കൂളിൽ പൊതുസമ്മേളനവും നടക്കും. HMS ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം CP ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിവിധ കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ MN സുരേഷ്, ഷാജി വടകര, UB രതീഷ്, AR രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. പ്രശസ്ത സൈക്കിൾ സഞ്ചാരി AKA റഹ്മാൻ കൊടുങ്ങല്ലൂരിൽ നിര്യാതനായി. 87 വയസ്സായിരുന്നു. എറിയാട് അയ്യാരിൽ കുടുംബാംഗമായ ഇദ്ദേഹം മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. യാത്രകളെ പ്രണയിച്ചിരുന്ന AKA റഹ്മാന് സൈക്കിളായിരുന്നു ജീവിതം. കെനിയയിലെ നൈറോബിയിൽ തൊഴിൽ തേടിയെത്തിയ അദ്ദേഹം പ്രശസ്ത സൈക്കിൾ സഞ്ചാരിയായ മോഹൻ കുമാറുമൊത്താണ് സൈക്കിൾ യാത്രയ്ക്ക് തുടക്കമിട്ടത്. സൈക്കിളിൽ വിവിധ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവനം, പത്രപ്രവർത്തനം എന്നിവയിൽ ഡിപ്ലോമകളും ധനതത്വശാസ്ത്രത്തിൽ MA ബിരുദവും നേടിയിട്ടുള്ള AKA റഹ്മാൻ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ദേശീയോദ്ഗ്രഥനം എന്ന പേരിൽ മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. യാത്രയോടുള്ള പ്രണയം കൊണ്ട് തന്റെ വീടിന് യാത്ര എന്ന പേര് നൽകി. പുതിയ തലമുറയ്ക്ക് അപരിചിതനാണെങ്കിൽ കൂടി കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിൽ AKA റഹ്മാനും സൈക്കിളിനും ഒരിടമുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ചാവക്കാട് വട്ടേക്കാട് നേർച്ചയോടനുബന്ധിച്ച് പ്രദേശത്തെ 2 ക്ലബ്ബുകളിലെ യുവാക്കൾ തമ്മിൽ നടന്ന അടിപിടിയുടെ തുടർച്ചയായി ചേരിതിരിഞ്ഞ് വീണ്ടും ഏറ്റുമുട്ടിയ 8 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടേക്കാട് സ്വദേശികളായ രായമരക്കാർ വീട്ടിൽ മാനവ്, പണിക്ക് വീട്ടിൽ കൊട്ടിലിങ്ങൽ സുഹൈൽ, പണിക്ക് വീട്ടിൽ സാലിഹ്, ചാവക്കാട് കണ്ണീകുത്തി പുതുവീട്ടിൽ അബി, കറുകമാട് കറുപ്പം വീട്ടിൽ ജിംഷാദ്, കറുകമാട് അറക്കെ വീട്ടിൽ മുഹമ്മദ് ഷെഹീസിൻ, ബ്ലാങ്ങാട് രായമരക്കാർ വീട്ടിൽ അബ്ദുൽ ഹസീബ്, കറുകമാട് അറക്കെ വീട്ടിൽ സുബൈർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഏറ്റുമുട്ടിയത്. കേസിൽ ചാവക്കാട് കണ്ണിക്കുത്തിയിൽ താമസിക്കുന്ന റഹബ് ഒളിവിലാണ്. ഹ്യൂമാനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ശനിയാഴ്ച സാമൂഹ്യ പരിവർത്തന സദസ്സ് സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 2-ന് ആമ്പലൂർ ജംഗ്ഷനിൽ ലഹരിക്കെതിരെ നടത്തുന്ന സാമൂഹ്യ പരിവർത്തന സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി, സംസ്ഥാന ട്രഷറർ ഏലിയാസ് ജേക്കബ്, SC/ST വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കുമാരൻ പോത്തിക്കര, ജില്ലാ പ്രസിഡന്റ് ബൈജു കൊരേച്ചാൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംയുക്ത ട്രേഡ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കൺവെൻഷൻ CITU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ KV ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ്, സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ MS സിദ്ധൻ, TK മനോജ് കുമാർ, സംയുക്ത ട്രേഡ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ PT ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. കർഷകർ വളരെ ഗുരുവായൂർ മാവിൻ ചുവടിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യാത്രികന് പരിക്കേറ്റു. മമ്മിയൂർ ശിവം വീട്ടിൽ സജിലിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉദ്ഘാടനത്തിനൊരുങ്ങി തിരുവല്ലാമല പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് വഴിയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവല്ലാമലയുടെ ടൂറിസം സാധ്യതകൾക്ക് സഹായകരമാകുന്ന വഴിയോര വിശ്രമ കേന്ദ്രം സംസ്ഥാന ടൂറിസം വകുപ്പും ശുചിത്വ മിഷനും ചേർന്ന് 10 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 20 ലക്ഷം രൂപയും ഉൾപ്പെടെ 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വഴിയോര വിശ്രമ കേന്ദ്രം തിരുവല്ലാമലയിലെ നവസംരംഭകനായ നൌഫൽ ആനമലയാണ് ലേല നടപടികൾ പൂർത്തിയാക്കി നടത്തിപ്പവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രതിമാസം 31,600 രൂപ വാടകയ്ക്കാണ് നൌഫൽ ലേല നടപടികളിലൂടെ സ്വന്തമാക്കിയത്.
ഉന്നത നിലവാരമുള്ള കഫ്റ്റീരിയ അടക്കമുള്ള സൗകര്യങ്ങളാണ് ടേക്ക് എ ബ്രേക്ക് എന്ന ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ ഉണ്ടാവുക. ടൂറിസം ഡിപ്പാർട്ട്മെന്റും ശുചിത്വ മിഷനും 10 ലക്ഷം രൂപ പദ്ധതിക്ക് വേണ്ടി നൽകുകയും ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 20 ലക്ഷം രൂപയും കൂടി ചേർത്ത് 30 ലക്ഷം രൂപയാണ് ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. യാത്ര ചെയ്ത് വരുന്ന ദൂരയാത്ര ചെയ്ത് വരുന്ന ആളുകൾക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിനും അവർക്ക് ഒരു താൽക്കാലിക വിശ്രമത്തിനുമുള്ള സംവിധാനം അവിടെ തീർച്ചയായും ഉണ്ടാവും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. യുവാർ പ്രദീപ് MLA അധ്യക്ഷനായിരിക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ വിശിഷ്ട സാന്നിധ്യമാകും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. TCV തിരുവില്ലാമല. കാഞ്ഞിരക്കോട് കൊട്ടിയാംകുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ റോഡ് നിർമ്മാണത്തിനുള്ള മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നതായി പരാതി. SRS മെറ്റീരിയൽസിന് സമീപം കറുകപ്പുത്തൂർ സ്വദേശി രാധാകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് മെറ്റൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. സ്ഥല ഉടമസ്ഥനോട് സമ്മതം ചോദിക്കാതെയാണ് വലിയ തോതിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. കൊരട്ടിയംകുന്ന് കോളനിക്ക് അടുത്തുള്ള SRS മെറ്റൽ ഇൻഡസ്ട്രിയുടെ അടുത്തുള്ള ഒരു പറമ്പാണ് ഈ കാണുന്നത്. ഇത് സ്ഥിരമായിട്ട് ഓരോ കോൺട്രാക്ടർമാർ മാറി മാറി മെറ്റലടിക്കുകയും ഇതൊക്കെ കുറേശ്ശെ റോഡ് പണിക്കൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ 1-2 പ്രാവശ്യം ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, റോഡ് പണിക്കല്ലേ, നാട്ടുകാരുടെ ഒരു ആവശ്യമില്ലേ, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള റോഡ് പണിയല്ലേ. ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഓരോരുത്തർ, ഇതിപ്പോൾ ആരും അറിയാത്ത രീതിയിൽ രാത്രി കൊണ്ടുവന്ന് തട്ടിയിട്ടുള്ള മെറ്റലാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു മുള മുറിക്കാൻ വന്നപ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഇത് എൻ്റെ ബന്ധുവിൻ്റെ ഒരു വസ്തുവാണ്. അദ്ദേഹം വയ്യാതെ കിടപ്പിലായതുകൊണ്ട് എന്നോടൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. എൻ്റെ മുള ഒന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്ത് പറമ്പൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടി ഞാൻ ഈ പറമ്പിൽ വന്നപ്പോഴാണ് ഈ ജാതി സംഭവങ്ങൾ. സ്ഥിരമായിട്ട് മാലിന്യം നിക്ഷേപിക്കൽ ഇവിടുത്തെ ഒരു പതിവായിട്ടുള്ള സംഭവമാണ്. അംബേദ്കർ റൈറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കും. തൃശൂർ ജവഹർ ബാലഭവനിൽ ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കും. വാർത്താസമ്മേളനത്തിൽ PK കൊച്ചുരാമൻ, PK സാജൻ, സുനിൽ അക്കര, V കണ്ണൻ എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗം ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TM നാസർ, CS രവീന്ദ്രൻ, CC ബാബുരാജ്, PMA ജബ്ബാർ, സജയ് വൈനപ്പള്ളി, മണി കാവുങ്ങൽ, ഷീല വിശ്വംഭരൻ, PA അഫ്സൽ, PA നജ്മീൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, അഡ്വക്കേറ്റ് ഷാജു തലശ്ശേരി എന്നിവർ സംസാരിച്ചു. പാവറട്ടി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിനുള്ള പ്രസിദ്ധമായ ചെത്ത് മാങ്ങ അച്ചാർ തയ്യാറാക്കൽ തുടങ്ങി. 2700 കിലോ മാങ്ങയാണ് അച്ചാർ തയ്യാറാക്കുന്നതിനായി ഊട്ടുപുരയിൽ എത്തിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ ആശീർവാദത്തിന് ശേഷം അച്ചാറിനുള്ള മാങ്ങച്ചെത്ത് ആരംഭിച്ചു. വിവിധ കൺവീനർമാരായ KD ജോസ്, ആൽബർട്ട് തരകൻ, VR ജോൺ, ജോയിന്റ് കൺവീനർമാരായ സാബു ലൂയിസ്, PJ വിൻസൻ, KO ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പാചകപ്പുരയിലെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 നൈവേദ്യ പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും. തുടർന്ന് ആരംഭിക്കുന്ന നേർച്ച ഊട്ട് ഞായറാഴ്ച 2 മണിവരെയും തുടരും. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിന് പള്ളിയുടെ ആകൃതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച ആകർഷവും ചാരുതയുമുള്ളതുമായ മെഴുകുതിരി സ്റ്റാൻഡുകൾ വഴിപാടായി ലഭിച്ചു. സോജൻ കുത്തൂരാണ് പള്ളിക്ക് ഇരുവശത്തും സ്ഥാപിക്കുന്നതിനായി ആധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച മെഴുകുതിരി സ്റ്റാൻഡ് വഴിപാടായി നൽകിയത്. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മെഴുകുതിരി സ്റ്റാൻഡിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, ട്രസ്റ്റിമാരായ പീയൂസ് പുലിക്കോട്ടിൽ, KJ വിൻസൻ, വിൽസൺ നീലങ്കാവിൽ, PRO റാഫി നീലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ തിരുനാൾ സപ്ലിമെന്റ് പുറത്തിറക്കി. തീർത്ഥ കേന്ദ്രം റെക്ടർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റി പ്രസിഡന്റ് KF ലാൻസൺ അധ്യക്ഷനായി. സെക്രട്ടറി ജോൺ ബെനീസ്, ട്രഷറർ ജിൽസ് പാവറട്ടി, ജീൻ
വർഗീസ്, ലിജോ പീറ്റർ, IJ ജോയ്, CJ ഫ്രാൻസിസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മാള, വെണ്ണൂർ, ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വലിയമ്പലം, ബലിക്കല്ല്, ഭജന മണ്ഡപം എന്നിവയുടെ സമർപ്പണം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം നടക്കുന്നത്. കേന്ദ്രമന്ത്രിയെ ക്ഷേത്രം സമിതി പ്രസിഡന്റ് TN പ്രകാശൻ നമ്പൂതിരി, TN മുരളീധരൻ നമ്പൂതിരി, ദീപു N മംഗലം, മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി, TL സുശീലൻ, EK കേശവൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിക്കൊപ്പം BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, കൃഷ്ണൻ പാണാട്ട്, ഷാജു മറ്റത്തിൽ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കാർത്തികേയൻ എന്നിവരും ഉണ്ടായിരുന്നു. സേവനത്തിന്റെ 25ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ആക്ട്സ് എരുമപ്പെട്ടി ബ്രാഞ്ചിൽ സ്ഥാപക ദിനം ആചരിച്ചു. പ്രസിഡന്റ് കാവിൽ നാരായണൻ പതാക ഉയർത്തി, സെക്രട്ടറി പത്മദാസ് പവിത്ര, ട്രഷറർ ഫരീദ് അലി, കൺവീനർ PL വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച MCFന്റെ ഉദ്ഘാടനം MLA CC മുകുന്ദൻ നിർവഹിച്ചു. പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആക്ട്സിന്റെ സ്ഥാപക ദിനാഘോഷം ആക്ട്സ് ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ് നിർവഹിച്ചു. വടക്കാഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ ആക്ട്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് CR വത്സൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ KM അബ്ദുൾ സലീം, ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ, വടക്കാഞ്ചേരി ബ്രാഞ്ച് രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ തുടങ്ങിയവർ സംസാരിച്ചു. ഇത് സ്ഥാപക ദിനമാണ്. മെയ് 8 നമുക്ക് അതിന്റെ ഭാഗമായി ഇന്ന് എല്ലാ ബ്രാഞ്ചുകളിലും ഇതുപോലെ തന്നെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാല ഹാളിൽ നടക്കുന്ന അനുസ്മരണം നോവലിസ്റ്റ് VM ദേവദാസ് ഉദ്ഘാടനം ചെയ്യും. സ്മൃതി പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് 3:30 മുതൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഗാനങ്ങളുടെ ആലാപനവും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ജോസഫ് പൂമല, സെക്രട്ടറി KV മോഹൻദാസ്, ട്രഷറർ മോഹനൻ അവടപ്പറമ്പ്, വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നേതൃയോഗം ചേർന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗം മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ K അജിത് കുമാർ, NR സതീശൻ, PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അരിമ്പൂർ 13ാം വാർഡിലെ ചൈതന്യ കുടുംബശ്രീയിലെ അംഗങ്ങൾ ബാംഗ്ലൂരിലേക്ക് നടത്തിയ വിമാനയാത്ര വേറിട്ട അനുഭവമായി. 80-കാരിയെ വടക്കൂട്ട മീനാക്ഷിയും 70 വയസ്സ് കഴിഞ്ഞ 4 പേരും 3 കുട്ടികളുമടക്കം 20 പേരാണ് യാത്രയുടെ ഭാഗമായത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിലായിരുന്നു ഇവരുടെ യാത്ര. വിമാനത്തിൽ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തിയ ശേഷം ലാൽബാഗ് മ്യൂസിയം തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ട് രാത്രി ട്രെയിൻ മാർഗമാണ് സംഘം നാട്ടിലേക്ക് മടങ്ങിയത്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാറും അമ്മയും യാത്രയിലുണ്ടായിരുന്നു. വാർഡംഗം ഷിമി ഗോപി, കുടുംബശ്രീ അംഗങ്ങളായ രമണി, സാവിത്രി, ഗീത എന്നിവർ നേതൃത്വം നൽകി. കോടാലി കാർഷികോൽപാദന സംഭരണ സംസ്കരണ വിപണന സംഘത്തിന്റെ നേതൃത്വത്തിൽ കടമ്പോടുള്ള 1 ഏക്കർ തരിശു നിലത്തിൽ വാഴകൃഷി ആരംഭിച്ചു. വാഴകൃഷിയുടെ വിത്ത് നടീൽ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MR രഞ്ജിത്ത്, സജിത രാജീവൻ, പഞ്ചായത്ത് അംഗം സുമിത ഗിരീഷ്, മറ്റത്തൂർ കൃഷി ഓഫീസർ ഡോക്ടർ VU ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,351 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ പാക് സംഘർഷം, സർവകക്ഷി യോഗം ചേർന്നു. കാശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരും. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം രൂക്ഷം. SSLC പരീക്ഷാഫലം നാളെ പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉച്ചയ്ക്ക് ശേഷം പരീക്ഷാഫലം പ്രഖ്യാപിക്കും. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. കൊടിപ്പുറത്ത് വിളക്ക് വെള്ളിയാഴ്ച. പാലപ്പള്ളി കുണ്ടായിൽ വീണ്ടും പുലിയിറങ്ങി. വട്ടത്തൊടി ഗദീജയുടെ തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ പുലി കൊന്നു. ഭീതിയോടെ പ്രദേശവാസികൾ. തിരുവിലാമലയിൽ മാവിന്റെ കൊമ്പൊടിഞ്ഞ കാറിന് മുകളിലേക്ക് വീണു. മുള്ളൂർക്കരയിൽ കാർ നിയന്ത്രണം വിട്ട വൈദ്യുതി തൂങ്ങിലിടിച്ച് കാർ യാത്രികർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. വളാഞ്ചേരി സ്വദേശിനിയായ 42-കാരിക്കാണ് നിപ സ്ഥിരീകരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.